ഒരു കിളി വന്നിട്ട് ആ ചേട്ടന്റെ കയ്യിലിരിക്കണ മിച്ചറൊക്കെ കൊത്തി പറിച്ച് തിന്നുന്നത് കണ്ടോ? വള്ളം തുഴയാനുള്ള അറിയാ. കമ്പിന്റെ അറ്റത്ത് പിടിക്ക്. സൂപ്പർ മക്കള്, സൂപ്പർ, ഒരു രക്ഷ. ഹലോ, നമസ്കാരം. ഞാൻ ബിജു കാട്ടകട. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അമ്പൂരിക്ക് അടുത്തുള്ള കുമ്പിച്ചൽ കടവിലോട്ടാണ്. അവിടുത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണവും പിന്നെ നമ്മളെ കടത്തുവള്ള യാത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇന്നത്തെ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സാധാരണ നമ്മുടെ യാത്രകളെല്ലാം ഓട്ടോറിക്ഷയിലാണ് പോകാറ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ എന്തായാലും ആന വണ്ടിയിലാണ് പോകുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സാണ് ഈ കിടക്കുന്നത് കേട്ടോ. കള്ളിക്കാട്, ഇടവാച്ചാൽ, അമ്പൂരി, കൂട്ടപ്പു ബസ്സാണിത്. ഗൈസ്, ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സിനുള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും പുറകിലോട്ടുള്ള സീറ്റിലോട്ടാണ് ഓടിപ്പോയത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ബസ്സിനുള്ളിൽ അധികം തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. മിക്കവാറും സീറ്റുകളെല്ലാം കാലിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഫ്രണ്ട് സീറ്റ് തന്നെ എടുക്കുന്നത് ബെറ്റർ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോകാൻ നമുക്ക് എളുപ്പമുണ്ടാവും. ഇത് ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിലായിരുന്നെങ്കിൽ ഈ ബസ്സെല്ലാം തിങ്ങി നിറഞ്ഞ് നല്ല തിരക്ക് പിടിച്ച് പോകുന്ന ഒരു ബസ്സാണ് കേട്ടോ. അത്രയും തിരക്കോടുകൂടിയൊക്കെ പോകുന്ന ബസ്സാണ്. ഇന്ന് ഞായറാഴ്ച കൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവ്. ഗൈസ്, ഞങ്ങളിതാ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സിലാണ് ഞങ്ങളിത് ഇരിക്കുന്നത്. പക്ഷേ ഡ്രൈവർ എത്തിയിട്ടില്ല കേട്ടോ. എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നോക്കാം. ഗൈസ്, കാട്ടാക്കടയിൽ നിന്നും അമ്പൂരിയിലേക്ക് പോകാൻ ഒരാൾക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 25 രൂപയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഇതാ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എത്തിയിരിക്കുകയാണ്. കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ഇതാ തിരിച്ചു. ഇനി ഏതാണ്ട് ഒരു 45 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തായാലും അമ്പൂരിയിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ അമ്പൂരിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമായ യാത്രയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ റോഡുകളിലെ വളവും തിരിവും അതുപോലെ റബ്ബർ മരങ്ങൾക്കിടയിൽ കൂടെയാണ് കൂടുതലുമുള്ള യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ബസ് യാത്ര തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത്. ഗൈസ്, ഏതാണ്ട് ഒരു 40-45 മിനിറ്റിനകത്തുള്ള ഒരു ബസ് യാത്രയ്ക്കൂടി ഞങ്ങളിത് അങ്ങനെ അമ്പൂരി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പൂരി ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്കുണ്ടായ ഒരു ഫീലെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ ഏതോ ഒരു ഭാഗത്ത് ചെന്നിറങ്ങുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. കാരണം ഇങ്ങോട്ടുള്ള യാത്രയിലും റോഡുകളുടെ വളവും തിരിവും കയറ്റവും ഹൈ റേഞ്ചും ഒക്കെ നമുക്ക് ഈ ഇടുക്കി ജില്ലയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാവലിംഗ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴേതോ നമുക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വെയിലാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ടായിരിക്കാം മിക്കവാറും കടകളെല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഒരു ഹർത്താലിൻ്റെ ഫീലാണ്. ഗൈസ്, ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റി കേട്ടോ. വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഈ അമ്പൂരി മായം കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടതിന് പകരം നമ്മൾ നേരെ എന്തായിരിക്കും അമ്പൂരി ബസ്സിൽ കയറിയിട്ട് അമ്പൂരി ജംഗ്ഷനിൽ ഇറങ്ങി. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ KSRTC ഡ്രൈവർ പറയുക എന്തെന്നറിയോ, നമ്മൾ ഒരു 1-2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തേഞ്ഞൊട്ടി അങ്ങനെ ഇരിക്കുകയാണ്. തിരിച്ചിതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഞങ്ങളിതാ ഇപ്പോൾ ഇവിടെ ഉള്ളവർ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നറിയോ, ഇനി ഒരു 1.5 കിലോമീറ്റർ നമ്മൾ പുറകിലോട്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. ദൈവം, 8ൻ്റെ പണിയാണല്ലോ കിട്ടിയത്. ഗൈസ്, എന്തായാലും നമ്മളിനി ഒരു 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ എന്തായാലും നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ എന്തായാലും 2 നൊങ്ക് കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ്, ഏതാണ്ട് ഉച്ചയായി കേട്ടോ. ഞങ്ങൾ ഊണൊന്നും കഴിച്ചില്ല. പക്ഷേ നമ്മൾ നൊങ്കാണ് കുടിച്ചത്. നൊങ്ക്
സത്യം പറയാലോ, ഒരു ഗ്ലാസ് നൊങ്ക് കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും വേണ്ട. ഗൈസ്, ഇപ്പം നമ്മുടെ അവസ്ഥ കണ്ടോ? റോഡിൽ നട റോഡിൽ കുത്തിയിരിപ്പാണ്. ബസ്സിനകത്ത് ഇരിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സർക്കുലറായിട്ട് ഇങ്ങനെ ബസ് വന്നു പോകുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ആ ബസ് വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇതാണ് ഇപ്പോൾ. നട റോഡിൽ ഇങ്ങനെ കുത്തിയിരിപ്പ്. അയ്യോ ഗൈസ്, ഒടുവിൽ ബസ് കിട്ടില്ല എന്നായപ്പോൾ ഈ ചേട്ടനാണ് ഞങ്ങളെ ബൈക്കിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കൃത്യ സ്ഥലത്താക്കിയത് കേട്ടോ. ഇല്ല, കൃത്യ സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് ആണ് ആ ചേട്ടന് കൊടുക്കേണ്ടത്. താങ്ക് യു. ഗൈസ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് അമ്പൂരിലെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണമാണ്. കുമ്പിച്ചൽ കടവും അതുപോലെ കാരിക്കുഴി എന്ന സ്ഥലമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിൻ്റെ നിർമ്മാണമാണ്. ഏതാണ്ട് ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ മിക്കവാറും ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി ശരിക്കും പറഞ്ഞാൽ അമ്പൂരിയുടെ ഒരു മുഖച്ഛായ തന്നെ മാറും കേട്ടോ. ശരിക്കും ഇവിടുത്തെ ഒരു കടത്ത് വെള്ളം അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ മാറി ശരിക്കും കരയും ആയിട്ടുള്ള ഒരു വലിയൊരു ബന്ധം അവർക്ക് ഏറ്റവും അടുത്ത് തന്നെ ആവാനുള്ള ഒരു സാധ്യതയാണ് ഈ കാണുന്നത്, ഈ പാലത്തിൽ കൂടെ. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പിച്ചൽ കടവിലാണ്. കടത്ത് വെള്ളം, അതായത് വള്ളത്തിലൊക്കെ തുഴഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഇന്നിവിടെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ആരും തന്നെ വള്ളം എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ദിവസം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവേത് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരരുത്. കാര്യം ഞായറാഴ്ച ദിവസം ഇവിടെ ഈ വള്ളം എടുക്കുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ വന്നിട്ട് വളരെ വേസ്റ്റായി പോയി. ശരിക്കും വളരെ ആഗ്രഹത്തോടെയാണ് വന്നത്. നമുക്ക് ഇവിടെ വള്ളത്തിൽ കയറാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ പറ്റിയില്ല. ഭയങ്കര സങ്കടമാണ്. നമ്മളെന്തായാലും ഇവിടെ തിരിച്ചു പോകാനാണ്. ഗായ്സ്, ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നതെന്നറിയോ? ഞങ്ങളിപ്പോൾ ഈ ഒരു വള്ളം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ വള്ളം എടുക്കുന്ന ചേട്ടൻ്റെ വീട് അപ്പുറം അക്കരെയാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്മൂമ്മ പറഞ്ഞു, നിങ്ങളങ്ങനെ വിഷമിച്ച് പോകണ്ട, എന്തായാലും ആ ചേട്ടൻ്റെ വീട് വരെ പോയിട്ട് വള്ളം എടുക്കോ ഇല്ലെന്നൊന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വള്ളം എടുത്താൽ നമ്മുടെ ഈ യാത്ര കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ശരി, എന്തായാലും നടക്കോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗൈസ്, നമുക്ക് ആ വള്ളം എടുക്കാനുള്ള ചേട്ടൻ്റെ വീട്ടിൽ പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ശരിക്കും നമ്മൾ ഈ ആറിൽ ഇങ്ങനെയുള്ള കുറച്ച് ചങ്ങാടം ഫൈബർ ബോട്ടിലൊക്കെ കെട്ടിയിട്ടിട്ട് ചങ്ങാടം പോലത്തെ ഒരു സെറ്റപ്പ് വഴി അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഗൈസ്, ഇപ്പം നമ്മളിതോ പാലത്തിൻ്റെ അടിയിൽ കൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു ഫീലെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത ടൈപ്പാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഇതിലേക്കൂടെ നടന്നു പോകുന്ന ഒരു ഇതുണ്ടല്ലോ. ശരിക്കും ഈ ആറിൻ്റെ എന്തുവാടാ സംഭവം? ഇത് ആറാണോ പുഴയാണോ? എന്താ സംഭവം? എന്താ ഈ ആറ് എന്താ അങ്ങനത്തെ ഒരു സംഭവം? പക്ഷെ പേടിയും തോന്നുന്നുണ്ട് കേട്ടോ നടക്കാൻ. ഗൈസ്, നമ്മളിത് ഈ ചങ്ങാടത്തിൻ്റെ പുറത്തുള്ള ഒരു യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഇത്രയും സമയം അവിടെ ഇരുന്നിട്ട് നമ്മളത് വെറുതെ പോയിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അടിപൊളി കേട്ടോ. അതായത് നമ്മൾ കടന്നു വന്ന വഴിയാണ് കേട്ടോ. എന്ത് രസമെന്നറിയാം ഇതിനകത്തൂടെ നടന്നു വന്നപ്പോൾ. അടിപൊളി. നമ്മളിതാ ഈ ആറ് കടന്നു ഇക്കരെ എത്തിയപ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ എന്താ ലെറ്ററൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവം, പോസ്റ്റ് വെട്ടി. അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കാണുന്നത് നമ്മൾ ഭയങ്കര ഒരു കൗതുകം തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. ശരി, കാരിക്കുഴി തപാലാഫീസ്. ശരിക്കും കണ്ടോ, ഇവിടെ തപാലാഫീസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. യാറ് കഴിഞ്ഞെത്തണം. ഗൈസ്, ഇതാണ് നമ്മുടെ വള്ളം ചേട്ടൻ്റെ വീട് കേട്ടോ. കണ്ടോ, നമ്മുടെ മുഖത്ത് സന്തോഷം കണ്ടോ. എന്തായാലും നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. വള്ളം എടുക്കാൻ വരാമെന്ന് ചേട്ടൻ സമ്മതിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ടീമല്ല എന്ന് മനസ്സിലായല്ലോ. നമ്മളെന്തായാലും വീണ്ടും ട്രൈ ചെയ്യും. ഉറങ്ങി കിടന്ന ചേട്ടനെ വിളിച്ചുണർത്തിയാണ് ഞങ്ങളിത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്കിനി ബാക്കി വിശേഷങ്ങൾ എന്തായാലും വള്ളത്തിൽ കൂടെ പോകുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം. ഗൈസ്, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ കരുതുക. ഈ ഇക്കരക്കരയിലെത്തുമ്പോൾ ഒരുപാട് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വീടുകളും ആൾക്കാരും ഒക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്താ പറഞ്ഞില്ലേ, പോസ്റ്റ് ഓഫീസ്, അതുപോലെ റേഷൻ കട, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആറ് കടന്നെത്തണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഈ പാലം എന്ന് പറയുന്നത്.
ഗൈസ് നമ്മളങ്ങനെ വള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മുടെ ആഗ്രഹം നടന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണ്. പലരും ഇവിടെ വന്നപ്പോൾ പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, പല തടസ്സങ്ങളാണ് നമുക്കുണ്ടായത്. ഇന്ന് വള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ആളില്ല, വണ്ടി എടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു. ആ ചേട്ടൻ്റെ വീട്ടിൽ പോയി ചേട്ടനെ തൂക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താ കേട്ടോ? ഷാജി. ഓക്കെ, ഇത് കണ്ടോ നമ്മൾ വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. കണ്ടോ, ഒരു കിളി വന്നിട്ട് ആ ചേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ മിച്ചറൊക്കെ കൊത്തി പറിച്ച് തിന്നുന്നത് കണ്ടോ. അയ്യോ ചേട്ടാ, ഇത് സ്ഥിരം ഇങ്ങനെ വരുന്നതാണോ? ആ അതുകൊണ്ടാ ചേട്ടൻ വള്ളം എടുക്കുമ്പോൾ സ്ഥിരം ഇവിടെ ഉണ്ടാകുന്ന ഒരു അതിഥിയാണ് കേട്ടോ. ആ നല്ല സ്നേഹമുള്ള ഒരു അതിഥിയാണല്ലോ ഇത്. കൊള്ളല്ല. അങ്ങനെ നമ്മുടെ കൂടെ യാത്ര ചെയ്യേണ്ട ഇങ്ങനെ ഒരു അതിഥി ആണോ? ആ ഞാൻ ഇങ്ങനെ വയ്ക്കാം. അതെ അതെ, കൊള്ളാലോ, അടിപൊളി. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതലൊരു യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. സൂപ്പർ. ഇങ്ങനെ നേരെ കണ്ട് ചരിഞ്ഞിത് ഇത് ചരിഞ്ഞിരിക്കട്ടെ. അങ്ങനെയല്ല, തിരികെ ഇങ്ങോട്ട് തിരികെ ഇങ്ങനെ ഇതേപോലെ ഇരിക്കട്ടെ. ചരിഞ്ഞ് കടഞ്ഞെടുത്ത് പുറകിൽ നിന്ന് വെള്ളം വലിച്ച് മുന്നോട്ട്, നിങ്ങളുടെ ബാക്കിൽ നിന്ന് വെള്ളം വലി, ബാക്കിൽ നിന്ന് രണ്ട് കൈ ഒരുപോലെ എടുത്ത് വെള്ളം വലി. പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് നിങ്ങളുടെ ബാക്ക് ഏതാണ്? പുറകിൽ നിന്ന് വെള്ളം വലി വലി മുന്നോട്ട് ആഞ്ഞിട്ട് ബാക്കിൽ നിന്ന് വലി. അങ്ങനെ പറ്റില്ല. അങ്ങനെ നമ്മള് വള്ളം തുഴയാനുള്ള എല്ലാം നടക്കൂല. പോട്ടെ ഗൈസ്, ഞാൻ വള്ളം തുഴയാൻ നോക്കി നടക്കുന്നില്ല കേട്ടോ സംഭവം. അപ്പുറത്ത് ഇനിയും ആൾക്കാർ വള്ളത്തിൽ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്, കുറച്ച് പയ്യന്മാർ. കണ്ടോ, ഇവിടെ ടൈറ്റാനിക് എന്ന് ഇടിച്ച കണക്ക് ഒരു വലിയ പാറ ഇവിടെ പോണ്ട് കേട്ടോ. ആഞ്ഞുപിടിയടാ, പോണില്ല. ഗൈസ് നമ്മളെ പയ്യൻ തളർന്നു എന്നാണ് തോന്നണത്. ഭയങ്കര രസം കേട്ടോ. ഇങ്ങോട്ടെത്തിയപ്പോൾ നല്ല തണൽ, ആ അടിപൊളി തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷം. ഗൈസ് അങ്ങ് ദൂരെ കാണുന്ന ഒരു 3 മല കാണുന്നുണ്ടോ? അത് കുരിശുമലയും അതുപോലെ കൂനിച്ചിമല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൂനിച്ചിമലയിൽ നിന്നുള്ള കുരിശുമലയുടെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്യായ വ്യൂ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. അറിയാ, കമ്പിന്റെ അറ്റത്ത് പിടിക്ക്. അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല, അടിപൊളി വൈബ്. ഇന്ന് നമ്മളിത് മിസ്സാക്കിയിരുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ യാത്ര കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ലായിരുന്നു. ഓ, എന്തൊരു വൈബെന്നറിയോ എൻ്റെ പൊന്നു മക്കളെ, പൊളിയാണ് മക്കളെ, രക്ഷയില്ല. ചേട്ടാ ഇത് ഈ വെള്ളം നെയ്യാർ ഡാമിൻ്റെ അല്ലേ? നെയ്യാർ ഡാമിൻ്റെ. ഗൈസ് ഈ കാണുന്ന എല്ലാം നമ്മൾ നെയ്യാർ ഡാമിൽ നിന്നുള്ള വെള്ളക്കെട്ടാണ്, അണക്കെട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് ഇതെല്ലാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയ്യാർ ഡാമിൻ്റെ ഒരു അണക്കെട്ട് എത്രത്തോളം വ്യാപ്തിയിൽ കിടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെ പയ്യന്താ ശരിക്കും പറഞ്ഞാൽ വള്ളം ഓടിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചേട്ടന് ഒറ്റ ഇതേ ഉള്ളൂ കേട്ടോ. അതുകൊള്ളല്ലേ.
ചേട്ടൻ ഒറ്റ തുഴ മാത്രമേ ഉള്ളൂ. ആ ഒറ്റ തുഴയാണ് എളുപ്പം കേട്ടോ. 2 കൈ എടുത്തിട്ട് തുഴയണേക്കാൾ. ഗൈസ്, ഈ ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. വള്ളത്തിൻ്റെ പുറത്ത് നിന്നൊക്കെ ഷൂട്ട് ചെയ്യേണ്ട പെർമിഷനൊക്കെ തന്നിരിക്കുകയാണ്. ഗൈസ്, അമ്പൂരിയിൽ കുമ്പിച്ചൽ കടവ് എന്ന സ്ഥലത്തെ കുറച്ച് യാത്രാവിശേഷങ്ങളും അതുപോലെ അവിടുത്തെ കടത്തോളം യാത്രയും പ്രകൃതി സൗന്ദര്യമൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഇവിടെ നിന്ന് തൽക്കാലം യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.